വെൽക്കം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ ഏറ്റവും വലിയ പള്ളി ജാമിയ മസ്ജിദിൻ്റെ അകത്താണ്. നിസ്കാരം കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ നിന്ന് അങ്ങകലെ മലമുകളിൽ കാണുന്ന ഹരി പർബത്ത് ഫോർട്ടിൻ്റെ മുകളിലേക്ക് എത്തണം. മഹാനായ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച ആ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറുക എന്നുള്ളത് ഒത്തിരി ട്രക്കിംഗ് ആണ്, ഒത്തിരി ടാസ്ക്കാണ്. പക്ഷേ എൻ്റെ ലക്ഷ്യം എനിക്ക് നിറവേറ്റിയേ പറ്റൂ. 1.5 കിലോമീറ്റർ മുകളിലേക്ക് നടന്നു പോകണം. 4 വീൽ കൊണ്ടോ അല്ലെങ്കിൽ ബൈക്ക് കൊണ്ടോ മുകളിലേക്ക് പോകാം. പക്ഷെ എന്നാലും 1 കിലോമീറ്റർ ട്രക്കിംഗ് നടക്കുക തന്നെ വേണം. മഹാനായ അക്ബർ ചക്രവർത്തി AD 1590 ഈ കോട്ട ഇവിടെ നിർമ്മിച്ചത്. പക്ഷേ കോട്ടയുടെ പണി പൂർത്തിയാക്കിയത് അതിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൂർണ്ണമായ ആലങ്കാരികമായ ഘടന വരുത്തിയത് ദുറാനി സാമ്രാജ്യകാലത്തെ AD 1808 അഫ്ഗാനിൻ്റെയും കാശ്മീരിൻ്റെയും ഗവർണറായിരുന്ന അത്താ മുഹമ്മദ് ഖാൻ എന്ന ഭരണാധികാരിയായിരുന്നു. ശ്രീനഗറിൻ്റെ ഏകദേശം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഫോർട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ശ്രീനഗറിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും കാണാൻ കഴിയും. അക്ബർ ചക്രവർത്തി ഇതിൻ്റെ മുകൾ എന്തിനാണ് ഈ കോട്ട ഉണ്ടാക്കിയതെന്ന് നമുക്ക് അവിടെ ചെന്നാൽ മനസ്സിലാവും. നമുക്ക് പോയി നോക്കാം. ടാക്സി വിളിച്ചാലോ? ബർഫത്ത് പൊട്ടുന്ന 30 रुपये കോട്ടയുടെ മുകളിലേക്ക് പോവാണ്. ബർഫത്ത് ഫോർട്ടിന്റെ മുകളിലേക്ക് പോവാണ്. ഹരി പർവത്ത് കോട്ടയുടെ ഉള്ളിലേക്ക് 1 കിലോമീറ്റർ ഇതേ വഴി ഞാൻ ഒറ്റയ്ക്ക് നടക്കാണ്. കോട്ടയുടെ മുകളിലേക്ക് കുറച്ചോ നടക്കണ്ടേ. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ കോട്ടക്കകത്തേക്ക് ഉള്ള യാത്ര. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി തന്നെ പോരുമ്പോഴേ ആ കാണുന്ന ലൈറ്റുകളൊക്കെ ഉണ്ട്. കോട്ടക്കുള്ളിലേക്ക് നടന്നു പോരാണ്. നിബിഡമായ വനക്കൂട്ടം എന്ന് വെച്ചാൽ നല്ല കാടാണ്. സമയം 3:30 മണിയായിട്ടുണ്ട്. പക്ഷേ നല്ല ഇരുട്ടി വ്യാപിക്കാണ് സൈഡിലും. ഒറ്റക്കാണ് ഇതുവരെ 1.5 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. ഞാൻ ഒറ്റക്കാണ് ഈ യാത്ര ചെയ്യുന്നത്. ഇതുവരെ ആരും എൻ്റെ കൂടെ ഇല്ല. വന്നവരൊക്കെ വാഹനത്തിൽ പോയിക്കുന്നു. അവർക്ക് എല്ലാവരും സ്വന്തം വാഹനത്തിൽ ടാക്സി പിടിച്ചിട്ട് പോയിക്കുന്നു. കോട്ടയുടെ മുകളിലേക്ക് 1 കിലോമീറ്റർ അധികം നടന്നു പോകണം. അപ്പോൾ 1.5 കിലോമീറ്റർ കഴിഞ്ഞു. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഒറ്റക്കാണ്. ആരും കാണാനല്ല. ഇല്ല, ഉള്ളിൽ എന്തുണ്ടെന്നൊരു ഐഡിയ ഇല്ല. നടക്കാൻ തീരുമാനിച്ചു. ഞാൻ നടന്നു പോട്ടെ. ബൈ. मैं आपका साथ आया। ऊपर में भी कितना किलोमीटर बाकी है? ऊपर है 100 किलोमीटर. 1 किलोमीटर. नानी वाटर बाइक घूमने जा रहे हैं. हाँ, ഞാനേ കോട്ടക്കകത്ത് പോകുന്ന ഒരാളെ കിട്ടി. വണ്ടി ഒരുത്തതേ പോണു. ഒരാൾക്കാ വരുന്നു. അവൻ നടത്തൊഴിവായി. ഡൈവേഴ്ഷൻ നടത്തൊഴിവായി കിട്ടി. അവിടെയും കാടാണ്. യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ ഉള്ളിലൂടെ വെളിച്ചം കിട്ടിയ ഇപ്പോഴാണ് കോട്ടയെത്താനായി. No parking way to Hari Parvat Fort. ഹോട്ടലക്കാരൊക്കെ എത്തുന്ന പറയണത് മോളിക്കോണെന്ന്.
പട്ടണക്കാർ വണ്ടി നിർത്താൻ പാടില്ലായിരുന്നു. ഇവിടെ വണ്ടീൻ്റെ പുറത്തെടുത്താൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് പോകണ വരും. വണ്ടി എടുത്താൻ അല്ലാണ്ട് പുറത്തേക്ക് എടുത്താണ്. ഇതിൻ്റെ പോയിട്ട് പുറത്തേക്ക് എടുത്താൽ വേട്ടു അരി ഫർബത്ത് ഫോർട്ട് പട്ടാളക്കാരൻ്റെ അവിടെ ഫുൾ പട്ടാളത്തിൻ്റെ സേഫ്റ്റിയാണ്. ആ കാണുന്ന മുകളിൽ കോട്ട നെയ് ബനാ ആ ഹരി പർഫത്ത് ഫോർട്ട് കോട്ട ആ കാണുന്ന മുകളിൽ. ആർമിയുടെ ഫുൾ നിയന്ത്രണത്തിലാണിത്. നല്ല ചെക്കിങ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് ആയിരിക്കണത്. ഫുൾ ഇതിൽ സെറ്റപ്പിലാണിത്. നമ്മുടെ ഫുൾ സെറ്റപ്പ് ആർമിയുടെ അത്രയ്ക്കും ഇതാണ്. 64 BSF ആണിത്. അത്ര ഇതിലാണിത്. ഇത് വൺ സെറ്റപ്പിലാണ് നിൽക്കുന്നത്. കുറച്ച് അപ്പോൾ കോട്ടക്കകത്തേക്ക് പോവാണ്. കോട്ടക്കുള്ള വഴിയാണ്. നമ്പർ 64 BSF വഴി ഇങ്ങനെ പോവും. കോട്ടയ്ക്കുള്ള വഴി ഒരു പ്രത്യേക വഴിയാണ്. ഇതെന്താണെന്ന് ആർമിയുടെ വേ ടു ഫോർട്ട് ഞാൻ പോകണം. ആ കാണുന്നു കോട്ട. കോട്ടയ്ക്കുള്ള വഴി എത്ര അടിയിൽ നിന്നാണ് മുകളിലേക്ക് വന്നതെന്നറിയോ? ഒത്തിരി പാട് വിട്ടുകൂടോ. ആർമിയുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കോട്ടയിലേക്കുള്ള വഴി ഇതിൻ്റെ മുകളിലെത്തണം. അങ്ങനെ മുകളിലേക്കുള്ള നോക്കിയാൽ ഇവിടെ ഇങ്ങനെ കാണും. ഇനി പോട്ടെ. ഇല്ല ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, കമ്പിയിലിട്ടിക്കണോ. പിന്നെ ഇങ്ങനെ പോണു. ഷർക്കാദേവി മെട്ര ഡയറക്ടർ ഓഫ് ടൂറിസം കാശ്മീർ. താഴത്തൊരു ഡംബിളുണ്ട്. ആ ഡംബിളിലേക്കുള്ള വഴിയാണത്. അങ്ങനെ പോവാം. ഡംബിളിലേക്കുള്ള വഴിയാണ്. ഡംബിള് പോവും. ആർമി ഇവിടെ സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്. ആർമിൻ്റെ കണ്ടില്ലേ സെറ്റപ്പ് കാണിച്ചു തരാം. ആർമി താങ്ക് യു സാർ. ഈ വഴികളൊക്കെ എടുത്ത് കയറി പോണം. ഇതൊരു ലക്ഷ്യമായിരുന്നു, ടാസ്ക്കായിരുന്നു. നമ്മൾ ടാസ്ക് നിറവേറ്റാൻ നമ്മുടെ ലക്ഷ്യമായിരുന്നു. കോട്ടയ്ക്കുള്ള വഴി അങ്ങനെ പോകണം. ഇവിടെയുണ്ട് ഫാക്കേഡ് ലൈറ്റിംഗ് 344 ഇനാഗ്രേറ്റ് ദിൽവാർമൻ ഓണറബിൾ സ്റ്റേറ്റ് ടൂറിസ്റ്റ് കാശ്മീർ. ഓ ഇതിങ്ങനെ പോകണം. ഇവിടെ BSFൻ്റെ ഇതുണ്ട്. ബദാമാരി പട്ടാളക്കാരെ ഇതായിരിക്കണം. ഓ ലേക്ക് വ്യൂ BSF പട്ടാളക്കാർ. സർ താങ്ക് യു സർ. ഓ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ഇതൊരു കേരള. ഇവിടെ ഓരോരുത്തിലേക്കുള്ള വ്യൂ എഴുതിക്കുന്നു. ഹസരത്ത് ബാൽ 4 കിലോമീറ്റർ ഇതുമാറി ഓരോന്നും എഴുതിക്കുന്നു. ജാമിയ മസ്ജിദ് ഈദ്ഗാഹ് ഇതൊക്കെ ബോർഡ് ഇവിടെ എഴുതിക്കുന്നു. പർഫത്ത് ഫോട്ടിൽ അതൊക്കെ പോയിരുന്ന ആൾക്കാർ. കോട്ട മുകളിലേക്ക് നടന്ന് കയറാണ്. ഒരുപാട് നടന്ന് പോയി. BSFൻ്റെ നിയന്ത്രണത്തിലാണ് ഇത് നിൽക്കുന്നത്. മുകളിലേക്ക് പോകണ കോട്ട. കോട്ട മുകളിൽ നിന്ന് നടന്നു വരുന്ന ആൾക്കാരത്. ഓക്കെ ഇതൊക്കെ കോട്ട മുകളിൽ നടന്നു വരിക. पूरा हो गया. ओ अल्लाह अंदर में क्या कुछ नहीं. हाँ अंदर क्या फोर्ट का अंदर कुछ है, बहुत कुछ है. हाँ बहुत कुछ है, बहुत अच्छा. ओके ओके. കോട്ട കാണാൻ പോയാലാണ്. കേരളക്കാരാ? കേരള? നെയ്. അപ്പോൾ യു ആർ വിച്ച് സ്റ്റേറ്റ്? യു ആർ ഫ്രോം ശ്രീലങ്ക?
Which state? You are from West Bengal. West Bengal. दार्जिलिंग में. वो मैं दार्जिलिंग में आया. और दार्जिलिंग से ऊपर. वो बस बतासे लूप. കോട്ടട എടുത്തേക്കെത്തി. ഇരിക്കാൻ ഒഴിവില്ല. ഉള്ളിൽ കയറണം. ഏതോ ഒരുത്തം അതിനുള്ളിൽ ജയിലാണ്. ജയിലെന്നല്ലേ, ഇതൊരു സംഭവമാണ്. എഴുതിക്കോളൂ. പക്ഷേ ഇവിടെ വരില്ലാലോ. കോട്ടർ മുകളിൽ കയറാൻ തയ്യാറല്ല. കോട്ടർ മുകളിൽ കയറണം. കാശ്മീരിൻ്റെ വ്യൂ പകർത്തണം.